അറിഞ്ഞോ, കേരളത്തിലെ യുവതലമുറയൊക്കെ കഞ്ചാവിന് മയക്കം വരുന്നതിന് അടിമകളാണ്. നമ്മുടെ വീട്ടുകാരെന്തായാലും പേടിക്കണ്ട. അത് കയ്യില് തിന്നാൻ പോലും കാശില്ലല്ലോ, പിന്നല്ലേ ഇതൊക്കെ വാങ്ങിച്ച് വലിക്കുന്നത്. അല്ലൊരു ഇന്ത്യൻ പൗരനിൽ നിന്ന് നിലയ്ക്ക് യുവതലമുറ തലറങ്ങി പോന്നു പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും പറയണ്ടേ? ഞാനേ ജിമ്മിൽ പോയ എന്തെങ്കിലും മാറ്റം കാണും? ജിമ്മുകാർക്ക് നല്ല മാറ്റം കാണും. എങ്ങനെ? അല്ല, നീ വരുമാനം കൊടുക്കാണല്ലോ അവർക്ക്, അല്ല നിനക്ക് വലിയ മാറ്റം കാണുമെന്ന് എനിക്ക് തോന്നില്ല. ഓ, അസൂയ. നോക്കട്ടെടാ. എന്താ? അല്ല, ഇത് ഞാൻ എവിടെ അസൂയപ്പെടണമെന്നേ? അല്ല, നീ ചിരിക്കണ്ട. നീ 2 ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നല്ലോ. കാര്യമില്ലാത്ത കാര്യമെന്ന് എനിക്കറിയാം, എന്നാലും നീ കാര്യം പറ. അത് എപ്പോഴും സന്തോഷിച്ച് കിടന്ന ദൈവം നമുക്ക് ദുഃഖം തരുമെന്ന്. അതുകൊണ്ട് നീ ദൈവത്തെ കബളിപ്പിക്കാൻ വേണ്ടി വിഷമം അഭിനയിക്കുന്നു. ബുദ്ധി. ഇന്നലെ വീട്ടിലെ പട്ടി പ്രസവിച്ച് 6 മക്കള്. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീയാണോ കാരണക്കാരൻ? അല്ല, പട്ടിക്ക് ഓരോ കുടുംബം കുട്ടികളും. നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങളെ. ഞാനേ ഇന്ന് വെളുപ്പിനൊരു സ്വപ്നം കണ്ടോ. എന്തുവാ? കോട്ടൊക്കെ ഇട്ട് കാറ്ററിങ്ങിന് വന്നു. അല്ല, കോട്ടൊക്കെ ഇട്ട് ഒരു BMW കാറി ബൂം ബൂം. അപ്പോഴേ വിചാരിച്ചോണോ സ്വപ്നമായിരിക്കും? അല്ല, വെളുപ്പിനെ കണ്ടാ വലിക്കൂന്ന. നിന്റെ കാര്യത്തിൽ മരിക്കുന്നായിരിക്കും. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ കൊച്ചേ +2 പാസ്സായപ്പോഴേ ആ കൊച്ചിന്റെ അച്ഛൻ ആ കൊച്ചിന് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. നീ +2 പാസ്സായപ്പോ നിനക്കെന്താ തോന്നുന്നു? ചോറ് തന്നു. അയ്യേ, ഇല്ലടാ, +2 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് എക്കണോമിക്സിന് തുണ്ടുവെച്ച് എഴുതി പൊട്ടി. ലാസ്റ്റ് സേ പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസ്സാൻ അങ്ങനെ ബ്ലംഗ്ലാവ് വെച്ച് കൊടുക്കും. അപ്പൊ ചോറ് കൊടുത്താൽ ഇച്ചിരി കൂടി പോയി. നിന്നെ പട്ടിണി കിടണം. ഇയാള് +2 കഴിഞ്ഞപ്പോഴാ ഞാൻ +2 തോറ്റി. അയ്യേ അയ്യേ അയ്യേ, എന്റെ അച്ഛൻ രക്ഷപ്പെട്ടു. ഞാൻ മാസ്. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ച്. അത് ശരിയാ. കൂട്ടുകാരെന്തുവാ പറഞ്ഞു വരുന്നേ? അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയണം എന്ത്? ഞാൻ പുണ്യം ചെയ്തവനാണ്. അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവൾ എന്നെ മോനെയും തിരിച്ചു വിളിക്കണം. നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തേലും ഇട്ടട്ടെ വിളിക്കൂ. ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം. കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂലേ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പം. അല്ല, എന്താണ് ജോലി? സ്റ്റോപ്പ്. ജോലിക്ക് പോയിട്ട് വരുമ്പം അവൾ എന്നെ കാണുമ്പോ ഓടി വരണം. എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ച് കെട്ടറ. അതാകുമ്പോ ഓടി വരെയും ചെയ്യും, 2 നക്ക് നക്കുകയും ചെയ്യും, വേണേ ദേഹത്തൊന്ന് മുള്ളിയും തരും. ഞാൻ കെട്ടുന്ന പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേലും അവളെനിക്ക് സുന്ദരിയായിരിക്കും. മാപ്പിളപ്പാട്ടും കേട്ടിരിക്കുക പുയ്യാപ്പിള ദുരന്തം. ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ ഇങ്ങനെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കണം. കോങ്കണ്ണോണ്ടോടാ നിനക്ക്? ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ പ്രേമമില്ലാത്ത പെണ്ണുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടല്ലടാ. അതിപ്പോ നമുക്കില്ലെന്നും പറഞ്ഞു. സംഭവം നമ്മൾ 10 പെണ്ണുങ്ങളെ നോക്കി ഒരെണ്ണം വളഞ്ഞാലായി. അവളുമാർ 10 എണ്ണത്തിന് നോക്കിയാൽ 10 എണ്ണം വളയും. ഇമ്മ വെട്ടിയില്ലേ ഇതുവരെ? ദേ നമ്മുടെ ഭാര്യമാരുടെ സങ്കല്പം നോക്കി. ഭാര്യയായിരിക്കും. If you were to marry, how much would you expect your husband to earn on a monthly basis? 5 lakhs per month. മാസം 5 ലക്ഷം എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞത്? സമാധാനമായി. അപ്പൊ പെണ്ണ് കിട്ടത്തില്ല. എന്റെ വാപ്പ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. ജെട്ടി പണയം വെച്ച് അതിന് ചേർന്നെന്നാ കേട്ടെ. അപ്പൊ നമ്മുടെ സങ്കല്പമൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇമ്മ കംപ്ലീറ്റ് വെട്ടി.